മ്യൂച്വൽ സർവീസ് ലീഗിൻ്റെയും ഗൈർവാണി പോഷക സഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് മഹാഗുരു ചട്ടമ്പിസ്വാമി തിരുവടികൾ എന്ന കഥാപ്രസംഗം ശ്രീ പുളിമാത്ത് ശ്രീകുമാറും സംഘവും ഇവിടെ അവതരിപ്പിക്കുക. ഒരു 100 ദിവസം പോലും പ്രായമായില്ല ഈ കഥ പറയാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് മ്യൂച്വൽ സർവീസ് ലീഗിൻ്റെ ഈ ഹാളിൽ ഈ പ്രോഗ്രാം നടത്തുന്നത് എന്തുകൊണ്ടും ചാരിതാർത്ഥജനകമാണ്. കാരണം ഈ കഥ മെനഞ്ഞെടുക്കുന്ന സമയത്ത് പോലും ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത് 1988 ഞാൻ 81 ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ബാങ്കിൽ ജോലിക്ക് വരുന്നത്. അന്നത്തെ പ്രസിദ്ധീകരണ സമിതിയിലെ ഒരു അംഗമാണ് ഞാൻ. ജീവിച്ചിരിക്കുന്ന അപൂർവം പ്രസിദ്ധീകരണ സമിതി അംഗങ്ങളിൽ ഒരാൾ. ഇതിൽ ബാക്കിയുള്ളവർ എവിടെ? പരലോകത്തിരിക്കുന്നു. അവരെല്ലാവരും നമ്മുടെ ഈ പ്രോഗ്രാം കാണാൻ അശരീരികളായിട്ട് ഈ മ്യൂച്വൽ സർവീസ് ലീഗിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലുണ്ട്. നമ്മൾ ഈ മേൽക്കൂര കൊണ്ട് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ. അവർ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താഴെ ഞാൻ ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഇപ്പോൾ പോയി ഒന്ന് തൊട്ട് നമസ്കരിച്ചിട്ടാണ് വന്നത്. അന്നത്തെ മുൻ സെക്രട്ടറിമാർ, മുൻ പ്രസിഡന്റുമാർ, ഞാനിവിടെ വന്നതിന് ശേഷം ഇഹലോകവാസം വെടിഞ്ഞ ഒട്ടനവധി ബന്ധുക്കളും അംഗങ്ങളും അവരോടെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നത്. കാരണം അവരൊക്കെ ഈ കസേരയിൽ നിന്ന് കേൾക്കേണ്ടവരായിരുന്നു. പക്ഷേ കാലം അതിന് ഇട കൊടുത്തില്ലായിരുന്നു. ഇനി നമ്മളും കൂടെ ഇത് വേണ്ട എന്ന് വെച്ചാൽ അത് 100 വർഷം കഴിഞ്ഞ് ചട്ടമ്പിസ്വാമികളുടെ സമാധി കഴിഞ്ഞു. 100 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ചട്ടമ്പിസ്വാമികളുടെ സമാധിക്ക് ശേഷം 30 വർഷം കഴിഞ്ഞാൽ ജനിക്കുന്നത്. അപ്പോൾ എനിക്ക് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 100 വർഷമായിട്ടില്ല. അതിനുശേഷമുള്ള 70 വയസ്സ് എൻ്റെ സ്വന്തം വയസ്സാണ്. അപ്പോൾ 70-ന് മുമ്പ് ചട്ടമ്പിസ്വാമികൾ സമാധി അടയുമ്പോൾ സ്വാമികൾക്ക് 30 വയസ്സ്. ഇന്നൊരു കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിക്ക് പറയാം ചട്ടമ്പിസ്വാമികൾ സമാധി അടഞ്ഞതിന് ശേഷം 100 വർഷം കഴിഞ്ഞാണ് ഞാൻ ഉണ്ടായത്. ഇനി ഒരു 25 വർഷം കൂടെ കഴിഞ്ഞാൽ 125 വർഷം കാണും. അന്ന് നമ്മളിൽ പലരും പരലോകത്തിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ അടുക്കലായിരിക്കും. അന്നും ഇതുപോലൊരു പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മളൊക്കെ കാണാൻ വരും. അശരീരികൾക്കൊരു പ്രത്യേകത ഉണ്ട്. അവരുടെ പാദം നിലത്ത് സ്പർശിക്കുന്നില്ല. അതാ നമുക്ക് നളചരിത്രത്തിൽ കഥയിലറിയാം. ഭരണനും ഇന്ദ്രനും അഗ്നിയും യവനും ഒക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ പാദം തൊടാതിരിക്കും. നളൻ, ഒറിജിനൽ നളൻ നിലത്ത് കാല് തൊട്ടിരിക്കും. കഥകളിലൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെയാണ് കൊണ്ട്, ആ കഴുത്തിലാണ് കൊണ്ട്, അങ്ങനെ ഇരിക്കുന്ന ആളിൻ്റെ കഴുത്തിലാണ് ഭരണമാല്യം ചാർത്തുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആർക്കും കസേര ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ആർക്കും കസേര ഉണ്ട്. നമ്മൾ അവിടെ ആരെങ്കിലും കസേര ഉണ്ടോയെന്ന് അവരാരും ചോദിക്കുന്നില്ല. പക്ഷേ അവരുടെ സാന്നിധ്യം, അവരുമായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കരസ്പർശമുള്ള ആൾക്കാരാണ്. ഈ ഗ്രന്ഥം എഴുതിയ പ്രൊഫസർ എ വി ശങ്കരൻ സാർ. ശങ്കരൻ സാറിനെ കണ്ടിട്ടുള്ള സുഹൃത്തുക്കളാണ് ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത. ഒരു വ്യക്തി എന്ന നിലയിലല്ല ആരും വന്നിരിക്കുന്നത്, ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്കാണ്. ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളുമായിട്ടിരുന്ന ആൾക്കാരാണ്. ചിന്മയ മിഷൻ്റെ പ്രസിഡന്റ് ഇരിക്കുന്നു. കമലേശ്വരം എൻ്റെ സുഹൃത്ത് മറ്റൊരു ജില്ലയിൽ നിന്ന് വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കിയാണ് മോഹൻദാസ്. മാവേലിക്കര ചെട്ടിക്കുളക്കര എന്ന് പറഞ്ഞ MG രാജ്കുമാർ. പോളിയോ എനിക്ക് എടുത്തു പറയാവുന്ന പാറശാലയിൽ നിന്ന് വന്ന ഡോക്ടർ രമേശ്, മോളും ഡോക്ടർ ബിനീഷ്മ ഇതല്ലേ കുട്ടി? ആണോ? ചട്ടമ്പിസ്വാമി പൊതുയുഗത്തിൻ്റെ ഗുരു ഡോക്ടർ ബിനീഷ്മ BP. ആ കുട്ടിയാണ്.